പുരയിലാക്കണം. പുരയിലാക്കണം. കായലിലോ? കായൽ നികത്തിയിട്ട് പുരയിലാക്കാൻ പറ്റുമോ സാറേ? പറ്റായൊന്നുമില്ല, ജയിലിൽ പോകേണ്ടി വരും, ഇത്രയേ ഉള്ളൂ. അത് പറ്റില്ല സാറേ. ഞാൻ ജയിലിൽ നിന്ന് മിനിയാന്ന് വന്നതേ ഇല്ല. ആര്? ഞാൻ. എന്തിനാ ജയിലിൽ പോയത്? അതൊരു നിസ്സാര പ്രശ്നം. ഒരു അയൽവാസി ഒരു ഇരുമ്പിന്റെ പൈപ്പോട് തലക്കൊര അട്ടി കൊടുത്തു. എന്തിന്? അങ്ങനെയൊന്നുമില്ല സാറേ. എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം മറ്റവൻ പറഞ്ഞ ആ പട്ടി കൊടുക്കണം. അത് ആരെന്നില്ല, ആർക്കായാലും കൊടുക്കണം. എന്താ പേര്? ഉണ്ണിരാജ. ആ ഉണ്ണിക്കുട്ട, അവിടെ കാണിച്ചോ? അവിടെ കാണിച്ചാൽ മതി. വീട്ടിന് പറ്റൂലേ? വേണ്ട, അവിടെ കാണിച്ചാൽ മതി. അപേക്ഷയാണ്. മനസ്സിലാവോന്നറിയില്ല. മനസ്സിലാവോ? സാറ് ഇരുന്നോ? സാറ് ഇരിക്കൂ. ജയിലിന് വാച്ചർ തന്നെ സാറേന്ന് വിളിക്കും. ഇരിക്കട്ടെ. സാറേ, ഇത് 65 സെന്റ് ഉണ്ടല്ലേ? ഉണ്ട്. അപ്പോഴേ ഇത് ഫോം 7 ആണ് തരേണ്ടത്. ഇത് ഫോം 6 അല്ലേ? 50 സെന്റിന് മുകളിലോട്ടാണെങ്കിലേ ഫോം 7 ആണ് നമുക്ക് തരേണ്ട അപേക്ഷ. അതെ, ഇത് ഫോം 6 ആണ്. അതിന്റെ പേര് ഒന്നുകൂടെ ഞാൻ തരണം 7 ആക്കാൻ. അങ്ങനെയില്ല, ഫോം 7 എന്ന് പറഞ്ഞിട്ട് വേറൊരു ഫോം ഉണ്ട്. അത് വാങ്ങണം, എന്നിട്ട് അപേക്ഷിക്കണം. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ ഇതില് 65 സെന്റ് ഇല്ലേ, അപ്പൊ അതില് 10% തണ്ണീർത്തടമായിട്ട് നിലനിർത്തണം. അതായത് ഒരു 6.5 സെന്റ് 6.5 സെന്റ് തണ്ണീർത്തടമായിട്ട് തന്നെ നിലനിർത്തേണ്ടി വരും. 6 സെന്റ് നഷ്ടപ്പെടുത്തണോ? അങ്ങനെ നഷ്ടപ്പെടുത്തണമെന്നല്ല, പിന്നെ എങ്ങനെ? നിങ്ങളുടെ തന്നെ ആയിരിക്കും, പക്ഷെ അവിടെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. 6.5 സെന്റ് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെയാണ് നീ. സാറേ, അത് നഷ്ടപ്പെടൂല, അവിടെ ഉണ്ടാവും. അതാണ് മണ്ടോദരി മാഡം പറയണത്. അങ്ങനെ ആടിയാടിയും ഉണ്ടായിട്ടുണ്ട് കാര്യമില്ലല്ലോ. എന്റെ സ്ഥലം അതല്ല സാറിപ്പോ എന്തായാലും ഫോം 7 തരണമല്ലോ. ഇത് പറ്റൂല, 50 സെന്റിന്റെ മുകളിലായതുകൊണ്ടേ. അപ്പൊ ഫോം 65 സെന്റ് ഇല്ലത്, അതെന്റെ അമ്മയുടെ പേരിലാണ്. അതിന് 49 സെന്റ് അമ്മക്കിട്ട് 16 സെന്റ് എന്റെ പേരിൽ എഴുതിയാൽ 49-നും 16-നും അപേക്ഷ കൊടുക്കാലോ. പറ്റും. സാർ ഭയങ്കര ബുദ്ധിയാണല്ലോ. അങ്ങനെ മതി. എന്നിട്ട് ഇവിടെ അപേക്ഷ വന്നാ ഞാൻ അപ്പൊ തന്നെ എന്താന്ന് പറഞ്ഞാൽ ഇത് ഞാൻ എന്റെ പാർട്ടീഷൻ ആക്കിയിട്ട് 16 എന്റെ പേരിലാക്കിയിട്ട് ഇപ്പൊ 49 അമ്മക്കും അല്ലേ. എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പം മാറ്റി പറയാണ്ടെന്നാ മതി. മാറ്റൂല, ഞാൻ മാറ്റൂല. ഓർമ്മ പോയിക്കോട്ടെ, ഞാൻ കാണും. മാറ്റുക. എൻ്റെ ഇത്രയും കാലത്തെ സർവീസിൽ ഇങ്ങനത്തെ ഒരു അവതാരത്തിനെ ഞാൻ ആദ്യമായിട്ട് കാണാം. കയ്യും കാലും പറിച്ചു എനിക്ക്. സാറിന് ഡീൽ ചെയ്ത സാറിന് ഇങ്ങോട്ട് പറഞ്ഞിട്ട്. അല്ല, ആള് സോഫ്റ്റാണ്, പക്ഷെ ഇങ്ങനത്തെ ആൾക്കാരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതേ. ഗദ്ദറ്റ് അടിച്ച് ഇന്നൊരു അടി അടിച്ചാൽ തീർന്നില്ല. ഞാൻ ആലോചിച്ച് നോക്കി. നമസ്കാരം. നിങ്ങൾ ഇതിന്റെ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടാ? സാറേ, ഞാൻ 4-5 തവണ ഇവിടെ വന്നിട്ടുണ്ട് സാറിൻ്റെ അടുത്ത്. മറ്റേ നിലം പുരയിടാക്കേണ്ട കാര്യത്തിനായിട്ട് 3-4 മാസമായി ഞാൻ തന്നിട്ടത്. അല്ല, അത് ഇയാള് ഇവിടെ കൊണ്ടുവന്ന? സാറേ, ഇവിടെ തന്നാണ്. ഇരിക്ക്. അതെന്തിനാ ഇപ്പൊ ഇവിടെ കൊണ്ടുവന്ന്? അല്ല സാറേ, ഞാൻ ഈ RD ഓഫീസിൽ ചെന്നപ്പോഴേ അവിടെ ഞാൻ ഈ അപേക്ഷ രേഖകളൊക്കെ കൊടുത്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇവിടെ വില്ലേജ് ഓഫീസറെ കണ്ടിട്ട് റിപ്പോർട്ട് തയ്യാറാക്കി കൊണ്ടു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് എന്നോട് മടക്കി പറഞ്ഞു. അത് ശരി. സാർ ഒന്നാം സ്ഥലം വന്ന് പരിശോധിച്ചിട്ടേ
ഇത് പുരയിടമാക്കാവുന്നെന്നും പറഞ്ഞിട്ടൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടൊന്ന് ഫയൽ അയക്കുമോ? ഞാൻ ആർ ടി ഓഫീസിലേക്ക് ഫയൽ അയക്കണം. ഫയൽ അയക്കാം. ഇയാളെന്തോ വില്ലേജ് ഓഫീസറെ നിയമം പഠിപ്പിക്കാൻ വന്നേക്കണാണ്. അയ്യോ അല്ല സാറേ, ഞാൻ പറഞ്ഞതാണ്. കുറേ നടക്കണം സാറേ, ഒന്ന് ശരിയാക്കി തന്ന ഉപകാരമായി. അതിനേ ഓ ബ്ലോക്ക് നമ്പർ സർവേ നമ്പറൊക്കെ അറിയണം. ഔ അതൊക്കെ കാണാപ്പാടാ. ബ്ലോക്ക് നമ്പർ 14, സർവേ നമ്പർ 360/3. ഇത് ഈ സ്വഭാവ വ്യതിയാനത്തിന്റെ ഫയൽ വായിച്ചു മരപ്പാടായി സാറേ. ഈ അപേക്ഷകന്റെ പേരെന്താ? എന്റെ പേരെന്നെയാ. ഇയാളുടെ പേര് പറയടോ. സൂതൻ. അല്ല അയ്യോ സാർ, അതിന്റെ പേരിലടോ. അതെ അതെ അതെ, ഞാനേ പുറത്തുനിന്ന് സാറിന്റെ പേരൊക്കെ വായിച്ച് മനസ്സിലാക്കി വെച്ചിട്ടേ. എന്റെ പേര് ശീതളൻ. അതെ ശീതള. ആ. ഒരു വില്ലേജ് ഓഫീസിൽ എത്ര വില്ലേജ് ഓഫീസർ ഉണ്ട്? ഒരാള് അല്ലേ? ആ. അയാൾക്ക് എന്തോരം പണിയുണ്ടെന്ന് അറിയോ? ആൾക്കാരുടെ വരുമാനം എത്രയാണെന്ന് അറിയണം, ചെലവ് എത്രയാണെന്ന് അറിയണം, ഭൂമി നികത്തുന്നുണ്ടോന്ന് അറിയണം, ഭൂമി കുഴിക്കുന്നുണ്ടോന്ന് അറിയണം, തണ്ടപ്പേരറിയണം. ഇനി 100 കണക്കിന് ആൾക്കാരുടെ അപേക്ഷയാണ് നിലം പുരയിടാക്കണം പറഞ്ഞു ഇവിടെ വന്നിട്ട്. ഇതൊക്കെ ഞാൻ ശരിയാക്കണം. അയ്യോ ഇത് എത്ര പണിയാ സാർ, ഇത് എത്ര ശമ്പളം ഉണ്ട്? ഇയാൾ അപേക്ഷ തന്നതിന്റെ കൂട്ടത്തില് ഫോൺ നമ്പർ തന്നിട്ടില്ലേ? ഫോൺ നമ്പർ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ സമയമാകുമ്പോ വിളിക്കാം, അപ്പൊ വന്നാ മതി കേട്ടാ. സഹായിക്കണം കേട്ടോ. ഓ ശരി. ശരി. ഓ വില്ലേജ് ഓഫീസർ ആവാൻ നന്നായി. എന്തൊരു ചീഞ്ഞ മഴയാണിത്. മനുഷ്യനിടങ്ങാറാക്കാൻ തണുക്കണ്ട തണുക്കുന്നുണ്ടാ കോട്ടയനടു. അതെ, നമുക്കൊന്ന് തുറന്ന് അങ്ങോട്ട് പോകാം. അറിയല്ലേ മഴ കൊണ്ട്. ഒന്നരയാണ് പെയ്യ അല്ലെ പോവാ. ഇങ്ങനെ നിക്കാ ചെയ്ഞ്ഞിട്ടേ. ഓ പക്ഷേ അപ്പോഴേ എന്താ നമ്മുടെ പേര്? നമ്മുടെ രണ്ടാളുടെ അല്ല ചേട്ടൻ്റെ പേര്? ചേട്ടനേ എന്റെ പേര് ശീതളൻ അനുജ. അതെ. അനുജന്റെ പേരെന്താ? എന്റെ പേര് സുമേഷ് കുമാർ. ഭയങ്കര പേരുണ്ടല്ലോ. ഭയങ്കര പേരുണ്ട്. എവിടേക്കാ പോണേ? അനുജൻ എവിടേക്കാ? ആർ ഡി ഓഫീസ് വരെ ഒന്ന് പോകണേ. ഓ ശരി, ആർ ടി ഓഫീസിലേക്കാ. ഞാൻ എവിടേക്ക് വന്നെ? എന്റെ അയൽവാസിയാണ് സുമേഷ് ചേട്ടൻ. ശരി ശരി. സുമേഷ് ചേട്ടന്റെ വൈഫിനൊരു മോനെ എന്റെ ഭാര്യ. അത് തന്നെ ഒരു 14 സെന്റ് ഭൂമി കിട്ടി. അത് അപ്പനപ്പന്മാരുടെ കാലത്ത് തന്നെ അത് പുരയിടമായിട്ട് കിടക്കുകയാണ്. പിടിച്ചാ പിടിമുട്ടാത്ത മരമൊക്കെ നിൽക്കുന്നത്. അപ്പൊ ഈ 2 കൊല്ലം മുമ്പ് സുമേഷ് ചേട്ടൻ കരം അടച്ച്. അപ്പൊ അതില് നിലോന്ന് കാണിച്ച് ഇപ്പൊ അത് തിരുത്താൻ വേണ്ടി നടക്കുകയാണ്. 2 കൊല്ലമായി. എന്റെ പ്രശ്നമൊക്കെ തന്നെയാ. പറയണ്ട, ഞാൻ ഈ സ്ഥലം ശരിയാക്കാൻ വേണ്ടിട്ടേ ഞാൻ നടന്ന് അവസാനം കാല് കഴിച്ചപ്പോ ഈ വില്ലേജ് ഓഫീസർ അതിന്റെ ഒരു റിപ്പോർട്ട് ശരിയാക്കി തന്നു. കാലി കഴിച്ചല്ലേ സ്ഥലത്തിന്റെ. ഇത് അതിന്റെ അപ്പുറത്താണ്. പുള്ളി ആദ്യം ചെന്നപ്പോ പറഞ്ഞ് അളന്നുകൊണ്ടെന്നോന്ന് പറഞ്ഞു. അളന്നുകൊണ്ട് എന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തപ്പോ പറഞ്ഞ അത് അംഗീകാരമുള്ള സർവേർ അളക്കണമെന്ന്. പിന്നെ സർവേർ അളന്ന് കൊണ്ടുപോയി കൊടുത്തപ്പോ പറഞ്ഞ അതിന്റെ 5 കോപ്പി വേണം. 5 കോപ്പി എടുത്തുകൊണ്ട് ചെന്നപ്പോ പറഞ്ഞു 1 മതി, 4 വേണ്ട. ഒരു 5000 രൂപ അടക്കണം. നടന്ന് കിടന്ന പാവപ്പെട്ടവനെ ഇടങ്ങിയറ. ഇന്ന് എന്നെ വിളിച്ചോണ്ട് പോണേണൊന്ന് സംസാരിക്കാൻ. തോർച്ചയുണ്ടല്ലോ, നമുക്കൊന്ന് ചെന്നാലോ? ചെറിയൊരു കുറവുണ്ടല്ലേ? നടക്കാൻ നല്ലത്. അതെ അതെ. പോയാലോ? പോയാലോ? പോയാട്ടാ. മറിമായം